ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ദശമോധ്യായം. ഇതിൽ 16 വരെയുള്ള ശ്ലോകങ്ങളെടുത്തു. ബാക്കി ഭാഗങ്ങൾ കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങളൊന്ന് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ദശമോധ്യായ. മൈത്രേയ ഉവാച. പ്രജാപതേർദുഹിതരം ശിശുമാരസ്യ വൈ ധ്രുവഃ ഉപയേമേ ഭ്രമിം നാമ തൽസുതൗ കൽപ്പവത്സരൗ ഇളായാമപി ഭാര്യായാം വായോഃ പുത്ര്യാം മഹാബലഃ പുത്രമുൽക്കലനാമാനാം യോഷിദ്രത്നമജീജനത് ഉത്തമസ്ത്വകൃതോദ്വാഹോ മൃഗയായാം ബലീയസ ഹതഃ പുണ്യജനേനാദ്രൗ തന്മാതാസ്യ ഗതിം ഗതാ. ധ്രുവോ ഭ്രാതൃവധം ശ്രുത്വാ കോപാമർഷശുചാർപ്പിതഃ ജൈത്രം സ്യന്ദനമാസ്ഥായ ഗതപുണ്യജനാലയം ഗത്വോദീചിം ദിശം രാജാ രുദ്രാനുചരസേവിതാം ദദർശ ഹിമവദ്രോണ്യാം പുരീം ഗുഹ്യകസംകുലാം ദധ്മൗദശംഖം ബൃഹദ്ബാഹുഃ ഖം ദിശശ്ചാനുനാദയൻ യേനോദ്വിഗ്നദൃശഃ ക്ഷക്തം ഉപദേവ്യോത്രസൻ ഭൃശം തതോ നിഷ്ക്രമ്യ ബലിന ഉപദേവ മഹാഭടാ അസഹന്തസ്തന്നിനാദമഭിപേതുരുദാ യുധാ സ താനാപതതോ വീര ഉഗ്രധന്വാ മഹാരഥ ഏകൈകം യുഗപത് സർവാനഹൻ ബാണൈസ്ത്രിഭിസ്ത്രിഭിः തേ വൈ ലലാടലഗ്നൈസ്തൈർഷുഭിः സർവ ഏവ ഹി മത്വാ നിരസ്തമാനം ആശംസൻ കർമ്മ തസ്യ തത് തേപി ചാമുമമൃഷ്യന്തഃ പാദസ്പർശമിവോരഗാഃ ശതൈരവിധ്യൻയുഗപദ് ദ്വിഗുണം പ്രചികീർഷവഃ തതഃ പരിഘനിസ്ത്രിംശൈഃ പ്രാസശൂലപരശ്വതൈഃ ശക്ത്യഷ്ടിഭിർഭുചുണ്ഡീഭിശ്ചിത്രവാജൈഃ ശരൈരപി അഭ്യവർഷൻ പ്രകുപിതാ സരഥം സഹസാരഥിം ഇച്ഛന്തസ്തൽപ്രദീകർത്തുമയുതാനിത്രയോ ദശ ഔത്താനപാതി സ തദാ ശസ്ത്രവർഷേണ ഭൂരിണ ന ഉപാദൃശ്യതച്ഛന്ന ആസാരേണ യഥാ ഗിരിം ഹാഹാകാരസ്തദൈവാസിൽ സിദ്ധാനാം ദിവി പശ്യതാം ഹതോയം മാനവഃ സൂര്യോ മഗ്നപുണ്യജനാർണവേ നദൽസുയാദുധാനേഷു ജയകാശിഷ്വഥോ മൃധേ ഉദതിഷ്ഠദ്രഥസ്തസ്യ നീഹാരാദിവ ഭാസ്കരഃ ധനുർവിസ്ഫൂർജയൻ ദിവ്യം ദ്വിഷതാം ഖേദമുദ്വഹൻ അസ്ത്രൗഘം വ്യധമദ്ബാണൈർഘനാനീക നിവാനിലഃ. 16 കഴിഞ്ഞു. ഇനി 17ാമത്തെ ശ്ലോകമാണ് എടുക്കാനുള്ളത്. തസ്യ തേ ചാപനിർമുക്ത ഭിത്വാ വർമാണി രക്ഷസാം കായാനാവിവിശുസ്തിഗ്മാ ഗിരീനശനയോ യഥാ. തസ്യ തേ ചാപനിർമുക്ത ഭിത്വാ വർമാണി രക്ഷസാം കായാനാവിവിശുസ്തിഗ്മാ ഗിരീനശനയോ യഥാ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ധ്രുവൻ്റെ ആ വില്ലിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ആ വില്ലിൽ നിന്നും വിക്ഷേപിക്കപ്പെട്ട കൂർത്തുമൂർത്ത ശരങ്ങൾ ഇടിവാൾ മലകളെ എന്ന പോലെ, ഇടിവാൾ മലകളെ എന്ന പോലെ ആ രക്ഷസുകളുടെ ആ കവചങ്ങളെ ഭേദിച്ച് ആ ശരീരങ്ങളിലേക്ക് തുളഞ്ഞു കയറിയതാണ്. തസ്യത്തെ ചാപനിർമുക്ത, ആ അദ്ദേഹത്തിൻ്റെ ചാപങ്ങൾ, ആ ശരം, അതിൽ നിന്നും ഉള്ള ആ വിക്ഷേപിക്കപ്പെട്ട ആ കൂർത്തുമൂർത്ത ശരങ്ങൾ എന്തുണ്ടായി? ഭിത്വാ, ഭേദിച്ചു. ഭിത്വാ വർമാണി രക്ഷസാമിക്ഷന്മാരുടെ ആ കവചങ്ങളെയൊക്കെ അങ്ങോട്ട് ഭേദിച്ചു. കായാനാവിവിശുസ്തിഗ്മാ, ആ ശരീരങ്ങളിലേക്ക് അത് ആവിവിശു തുളഞ്ഞു കയറിയിട്ട്
എന്തുണ്ടായി? ആ കൂർത്തുമൂർത്ത ശരങ്ങൾ സ്തിഗ്മ ഗിരീനശനയോ മലകളെ ഗിരീൻ അശനയ ഇടിവാൾ മലകളെ എന്ന പോലെ അതിനെ അങ്ങോട്ട് ഭേദിച്ചു എന്നർത്ഥം. തസ്യതേ ചാപനിർമുക്ത ഭിത്വാ വത്മാണി രക്ഷസാം കായാനാവിവിഷു സ്തിഗ്മ ഗിരീനശനയോ യഥാ. അതിലത്തെ പദങ്ങൾ തസ്യ അദ്ദേഹത്തിൻ്റെ, ചാപനിർമുക്താഹ വില്ലിൽ നിന്നും വിക്ഷേപിക്കപ്പെട്ട, തേ തിഗ്മാ ആ കൂർത്തുമൂർത്ത ശരങ്ങൾ, അശനയ ഇടിവാൾ, ഗിരീൻ മലകളെ, യഥാ എന്ന പോലെ, രക്ഷസാം രക്ഷസ്സുകളുടെ, വർമാണി കവചങ്ങളെ, ഭിത്വ ഭേദിച്ച്, കായാൻ ആ ശരീരങ്ങളിലേക്ക്, ആവിവിഷു തുളഞ്ഞു കയറി. എന്നുകൂടി പറയാം. തസ്യ അദ്ദേഹത്തിൻ്റെ, ചാപനിർമുക്താഹ വില്ലിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ട, തേ തിഗ്മാഹ ആ കൂർത്തുമൂർത്ത ശരങ്ങൾ, അശനയ ഇടിവാൾ, ഗിരീൻ മലകളെ, യഥാ എന്ന പോലെ, രക്ഷസാം രക്ഷസ്സുകളുടെ, വത്മാണി കവചങ്ങളെ, ഭിത്വ ഭേദിച്ച്, കായാൻ ശരീരങ്ങളിലേക്ക്, ആവിവിഷു തുളഞ്ഞു കയറി. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് തസ്യ ചാപനിർമുക്താഹ തേ തിഗ്മാഹ അശനയ ഗിരീൻ യഥാ രക്ഷസാം വത്മാണി ഭിത്വ കായാൻ ആവിവിഷു. എന്നുകൂടി പറയാം. തസ്യ ചാപനിർമുക്താഹ തേ തിഗ്മാഹ അശനയ ഗിരീൻ യഥാ രക്ഷസാം വത്മാണി ഭിത്വ കായാൻ ആവിവിഷു. അദ്ദേഹത്തിൻ്റെ ആ വില്ലിൽ നിന്നും വിക്ഷേപിക്കപ്പെട്ട ആ കൂർത്തുമൂർത്ത ശരങ്ങൾ ഇടിവാൾ മലകളെ എന്ന പോലെ ആ രക്ഷസ്സുകളുടെ ആ കവചങ്ങളെ ഭേദിച്ച് ആ ശരീരങ്ങളിലേക്ക് തുളച്ചു കയറി എന്നർത്ഥം. അപ്പോൾ ധ്രുവൻ്റെ അസ്ത്രങ്ങൾ ശത്രുക്കളുടെ കവചങ്ങൾ ഭേദിച്ചിട്ട് ശരീരാന്തർഭാഗത്ത് കടന്ന് ആ ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് പർവ്വതങ്ങളുടെ ചിറകുകൾ അറുത്തതുപോലെയായിരുന്നു ആ പ്രയോഗം എന്നർത്ഥം. അപ്പോൾ രാക്ഷസന്മാരും യക്ഷന്മാരും തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല. അതാണ് ഇവിടെ രക്ഷസാം എന്ന് പറയുന്നത്. യക്ഷന്മാരെ തന്നെയാണ് രക്ഷസാം എന്ന പ്രയോഗം. പോരെങ്കിൽ യക്ഷന്മാരുടെ പക്ഷത്ത് രാക്ഷസരും ഉണ്ടായിരുന്നു എന്നും അർത്ഥമാക്കാം. മായാവിദ്യയിൽ ഇവർ വിദഗ്ധന്മാരായിരുന്നു. വിദഗ്ധർ രാക്ഷസന്മാരാണല്ലോ. അപ്പോൾ അദ്ദേഹം ആ ദിവ്യമായ ധനുസ് ശബ്ദിപ്പിച്ചുകൊണ്ടും ശത്രുക്കൾക്ക് ഖേദം ഉണ്ടാക്കിക്കൊണ്ടും കാറ്റ് മേഘസമൂഹത്തെ എന്ന പോലെ തൻ്റെ അസ്ത്രസമൂഹങ്ങളാൽ ശത്രുക്കളുടെ അസ്ത്രങ്ങൾ ഛിന്നഭിന്നമാക്കി അദ്ദേഹത്തിൻ്റെ വില്ലിൽ നിന്നും പുറപ്പെട്ട ശരങ്ങൾ രക്ഷസ്സുകളുടെ കവചങ്ങൾ ഭേദിച്ച് വജ്രായുധം പർവ്വതത്തെ എന്ന പോലെ അവരുടെ ദേഹത്തിൽ ചെന്നു കയറി. ആ ധ്രുവൻ വർഷിച്ചു വിട്ട അസഹ്യമായിട്ടിരിക്കുന്ന ആ ബാണങ്ങൾ യക്ഷന്മാരുടെ കവചങ്ങളെ മുറിച്ചിട്ടു. ഇന്ദ്രപ്രയുക്തങ്ങളായ വജ്രായുധങ്ങൾ പർവ്വതങ്ങളെ എന്ന പോലെ ആ യക്ഷ ശരീര അന്തർഭാഗങ്ങളിലേക്ക് ആ ശരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശരങ്ങൾ പ്രവേശിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ധ്രുവമുക്ത ബാണ ധ്രുവൻ തൊടുത്തുവിട്ട ബാണങ്ങൾ. ധ്രുവമുക്ത ബാണ രക്ഷസാം കവചാനി രാക്ഷസന്മാരുടെ കവചങ്ങളെ ഭിത്വ ഭേദിച്ച് കായാനാ വിവിഷു ആ ശരീരങ്ങളിലൊക്കെ അങ്ങനെ തുളച്ചു കയറി എന്നർത്ഥം. ധ്രുവമുക്ത ബാണ രക്ഷസാം കവചാനി ഭിത്വാ കായാനാ വിവിഷു. ധ്രുവനാൽ തൊടുക്കപ്പെട്ട ബാണങ്ങൾ. ധ്രുവമുക്ത ബാണ രക്ഷസാം രാക്ഷസന്മാരുടെ കവചാനി കവചങ്ങളെ ഭിത്വാ ഭേദിച്ചിട്ട് കായാനാ വിവിഷു ആ ശരീരത്തിലേക്ക് തുളഞ്ഞു കയറി എന്നർത്ഥം. ധ്രുവമുക്ത ബാണ രക്ഷസാം കവചാനി ഭിത്വാ കായാനാ വിവിഷു.
കായാനാ വിശുഹു. അപ്പം അടുത്ത ശ്ലോകം നോക്കാം നമ്മൾക്ക്. അടുത്ത 2 ശ്ലോകങ്ങൾ ചേർത്തിട്ടാണ് 18ഉം 19ഉം. ഭല്ലൈഹി സംഛിദ്യമാനാനാം ശിരോഭിശ്ചാരുകുണ്ടലൈഹി ഊരുഭിർഹേമതാലാഭൈർദോർഭിർവലയവദ്ഗുഭിः ഹാരകേയൂരമുകുടൈരുഷ്ണീഷൈശ്ച മഹാധനൈः അസ്തൃതാസ്താരണഭുവോ രേജുർവീരമനോഹരാः. ഒന്നുകൂടി ചൊല്ലാം. ഭല്ലൈഹി സംഛിദ്യമാനാനാം ശിരോഭിശ്ചാരുകുണ്ടലൈഹി ഊരുഭിർഹേമതാലാഭൈർദോർഭിർവലയവദ്ഗുഭിः ഹാരകേയൂരമുകുടൈരുഷ്ണീഷൈശ്ച മഹാധനൈः ആസ്തൃതാസ്താരണഭുവോ രേജുർവീരമനോഹരാः. ആ അസ്ത്രങ്ങളാൽ ആ ഛേദിക്കപ്പെട്ടവരുടെ അവരുടെ നല്ല കുണ്ടലങ്ങളോട് കൂടിയിരിക്കുന്ന ആ ശിരസ്സുകൾ, സ്വർണ്ണ നിറമുള്ള പനയ്ക്കൊത്ത ആ തുടകൾ, അതുപോലെ കൈവളകൾ കൊണ്ട് ഭംഗിയേറിയ കരങ്ങൾ, അതുപോലെ മുത്തുമാലകൾ, തോൾവളകൾ, കിരീടങ്ങൾ ഒക്കെ, അതുപോലെ വില കൂടിയിരിക്കുന്ന തലപ്പാവുകൾ എന്നിവ ആ പരന്നുകിടന്ന ആ യുദ്ധക്കളം ആ വീരന്മാർക്ക് മനസ്സിന് രസം പകരുന്നതായിട്ട് ശോഭിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഭല്ലൈഹി സംഛിദ്യമാനാനാം ശിരോഭിശ്ചാരുകുണ്ടലൈഹി ഊരുഭിർഹേമതാലാഭൈർ ദോർഭിർവലയവദ്ഗുഭിः ഹാരകേയൂരമുകുടൈരുഷ്ണീഷൈശ്ച മഹാധനൈः ആസ്തൃതാസ്താരണഭുവോ രേജുർവീരമനോഹരാः. ആ അസ്ത്രങ്ങളാൽ ഛേദിക്കപ്പെട്ടവരുടെ ആ നല്ല കുണ്ടലങ്ങളോട് കൂടിയിരിക്കുന്ന ശിരസ്സുകൾ ഒക്കെ അവിടെ ചിതറിക്കിടക്കുകയാണ്. സ്വർണ്ണ നിറമുള്ള പനയ്ക്കൊത്ത തുടകൾ, അതുപോലെ കൈവളകൾ കൊണ്ട് ഭംഗിയേറിയ ആ കരങ്ങൾ, അതുപോലെ ഹാരങ്ങൾ, മുത്തുമാലകൾ, തോൾവളകൾ, കിരീടങ്ങൾ, അതുപോലെ വില കൂടിയിരിക്കുന്ന തലപ്പാവുകൾ ഒക്കെ ഇങ്ങനെ പരന്നു കിടക്കണു. ആ യുദ്ധക്കളം അത് വീരന്മാർക്ക് മനസ്സിന് രസം പകരുന്നതായിട്ട് ഭുവോ രേജുർവീരമനോഹര, അവർക്ക് രസം പകരുന്നതായിട്ട് ശോഭിച്ചു എന്നർത്ഥം. അതിൻ്റെ പദങ്ങൾ ഭല്ലൈഹി അസ്ത്രങ്ങളാൽ, സംഛിദ്യമാനാനാം ഛേദിക്കപ്പെടുന്നവരുടെ, ചാരുകുണ്ടലൈഹി നല്ല കുണ്ടലങ്ങളോടുകൂടിയ, ശിരോഭിഹി ശിരസുകൾ, ഹേമതാലാഭൈഹി സ്വർണ്ണ നിറമുള്ള പനയ്ക്കൊത്ത, ഊരുഭിഹി തുടകൾ, വലയവദ്ഗുഭിഹി കൈവളകൾ കൊണ്ട് ഭംഗിയേറിയ, ദോർഭിഹി കരങ്ങൾ, ഹാരകേയൂരമുകുടൈഹി മുത്തുമാലകൾ, തോൾവളകൾ, കിരീടങ്ങൾ, മഹാധനൈഹി വില കൂടിയ, ഉഷ്ണീഷൈഹി തലപ്പാവുകൾ എന്നിവ, ആസ്തൃതാഹ പരന്നു കിടക്കുന്ന, താഹ രണഭുവഹ ആ യുദ്ധക്കളം, വീരമനോഹരാഹ വീരന്മാർക്ക് മനസ്സിന് രസം പകരുന്നവയായി, രേജുഹു ശോഭിച്ചു. ഒന്നുകൂടി പറയാം പദങ്ങളെ. ഭല്ലൈഹി അസ്ത്രങ്ങളാൽ, സംഛിദ്യമാനാനാം ഛേദിക്കപ്പെടുന്നവരുടെ, ചാരുകുണ്ടലൈഹി നല്ല കുണ്ടലങ്ങളോടുകൂടിയ, ശിരോഭിഹി ആ ശിരസ്സുകൾ, ഹേമതാലാഭൈഹി സ്വർണ്ണ നിറമുള്ള ആ പനയ്ക്കൊത്ത, ഊരുഭിഹി തുടകൾ, വലയവദ്ഗുഭിഹി കൈവളകൾ കൊണ്ട് ഭംഗിയേറിയ, ദോർഭിഹി കരങ്ങൾ, ഹാരകേയൂരമുകുടൈഹി മുത്തുമാലകൾ, തോൾവളകൾ, കിരീടങ്ങൾ, മഹാധനൈഹി ആ വില കൂടിയ, ഉഷ്ണീഷൈഹി തലപ്പാവുകൾ എന്നിവ, ആസ്തൃതാഹ പരന്നുകിടന്ന, താഹ രണഭുവഹ ആ യുദ്ധക്കളം, വീരമനോഹരാഹ വീരന്മാർക്ക് മനസ്സിന് രസം പകരുന്നവയായിട്ട്, രേജുഹു ശോഭിച്ചു. അതിലത്തെ ആ അന്വയം വന്നിട്ട് ഭല്ലൈഹി സംഛിദ്യമാനാനാം ചാരുകുണ്ടലൈഹി ശിരോഭിഹി ഹേമതാലാഭൈഹി ഊരുഭിഹി വലയവദ്ഗുഭിഹി ദോർഭിഹി ഹാരകേയൂരമുകുടൈഹി മഹാധനൈഹി ഉഷ്ണീഷൈഹി ച ആസ്തൃതാഃ താഃ രണഭുവ വീരമനോഹരാഃ രേജുഹു. ഒന്നുകൂടി പറയാം. ഭല്ലൈഹി സംഛിദ്യമാനാനാം ചാരുകുണ്ടലൈഹി ശിരോഭിഹി ഹേമതാലാഭൈഹി ഊരുഭിഹി വലയവദ്ഗുഭിഹി ദോർഭിഹി
ഹാരകേയൂരമുകുടൈ മഹാധനൈ ഊഷ്ണീഷൈ ച ആസ്തൃതാഃ താഃ രണഭുവഃ വീരമനോഹരാഃ രേജുഃ. വസ്ത്രങ്ങളാൽ ഛേദിക്കപ്പെട്ടവരുടെ ആ നല്ല കുണ്ടലങ്ങളോട് കൂടിയിരിക്കുന്ന ശിരസ്സുകൾ, സ്വർണ്ണ നിറമുള്ള പനയ്ക്കൊത്ത ആ തുടകൾ, കൈവളകൾ കൊണ്ട് ഭംഗിയേറിയ ആ കരങ്ങൾ, ഹാര കേയൂര മുത്തുമാലകൾ, തോൾവളകൾ, കിരീടങ്ങൾ, അതുപോലെ വില കൂടിയിരിക്കുന്ന തലപ്പാവുകൾ എന്നിവ പരന്ന് കിടന്ന ആ യുദ്ധക്കളം വീരന്മാർക്ക് മനസ്സിന് രസം പകരുന്നവയായിട്ട് ശോഭിച്ചു. അപ്പോൾ അസ്ത്രങ്ങളാൽ ഛേദിക്കപ്പെട്ട അയക്ഷന്മാരുടെ കർണാഭരണങ്ങൾ അണിഞ്ഞ ശിരസ്സുകളാലും സ്വർണ്ണമയമായിരിക്കുന്ന കരിമ്പന പോലുള്ള തുടകളാലും സ്വർണ്ണവലയങ്ങൾ അണിഞ്ഞ കൈകളാലും വിലപിടിച്ച മുത്തുമാലകൾ, തോൾവളകൾ, കിരീടങ്ങൾ, തലക്കെട്ടുകൾ എന്നിവയാലും മൂടപ്പെട്ട ആ യുദ്ധഭൂമി വീരന്മാർക്ക് ആനന്ദം ജനിപ്പിക്കുമാറ് വിളങ്ങി. അസ്ത്രങ്ങളാൽ ഛേദിക്കപ്പെട്ടവരുടെ ആ മനോഹര കുണ്ടലങ്ങൾ ചേർന്ന ശിരസ്സുകൾ കൊണ്ടും സ്വർണ്ണതാല തുല്യങ്ങളായിരിക്കുന്ന തുടകൾ കൊണ്ടും വളയണിഞ്ഞ കൈകൾ കൊണ്ടും തോൾവളകൾ, കിരീടങ്ങൾ, മുത്തുമാലകൾ, വിലപിടിച്ച തലപ്പാവുകൾ എന്നിവ കൊണ്ടും ആവൃതമായ ആ യുദ്ധഭൂമി വീരന്മാർക്ക് ആനന്ദകരമായിട്ട് പരിലസിച്ചു. അർദ്ധചന്ദ്രാകൃതിയിലിരിക്കുന്ന ഭല്ലം എന്നു പേരുള്ള ആ ആയുധങ്ങളാൽ മുറിക്കപ്പെട്ട ആ യക്ഷന്മാരുടെ മനോഹര കുണ്ടലങ്ങളാൽ അലങ്കൃത ശിരസ്സുകളാലും ആ സ്വർണ്ണതാല വൃക്ഷങ്ങൾ പോലെ ദർശനീയങ്ങളായിരിക്കുന്ന തുടകളാലും വളകൾ ധരിച്ച് വിളങ്ങുന്ന കൈകളാലും ഏറ്റവും വിലപിടിച്ച മുത്തുമാലകൾ, തോൾവളകൾ, കിരീടങ്ങൾ, തലക്കെട്ടുകൾ എന്നിവയാലും മൂടപ്പെട്ടിരിക്കുന്ന ആ യുദ്ധസ്ഥലങ്ങൾ വീരന്മാരുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നവയായിട്ട് വിളങ്ങി. ഇതിലത്തെ ആ വ്യാഖ്യാനം എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്ക്. വ്യാഖ്യാനത്തിൽ ബാണൈ ഛിദ്യമാനാനാം, ബാണങ്ങളെ കൊണ്ട് ഛേദിക്കപ്പെട്ട രാക്ഷസന്മാരുടെ ശിരോഭിർ ഊരൂഭിർ, ശിരസ്, ഊരുക്കൾ, ഒരു വലയ വദ്ഗുഭി, തോൾവളകൾ അണിഞ്ഞിരിക്കുന്ന കൈകൾ, വലയവൽഗുഭിർ ദോർഭിഹി, അതുപോലെ എന്താണ് കൈകൾ, കങ്കടങ്ങൾ അടിച്ചിരിക്കുന്ന കൈകൾ, ഹാരകേയൂര മുകുട കുണ്ടലേഹി, മുത്തുമാലകൾ, കിരീടങ്ങൾ, കുണ്ടലങ്ങൾ ഇവയൊക്കെ, ഊഷ്ണീഷൈഹി തലപ്പാവുകൾ, ഊഷ്ണീഷൈഹി ശാസ്ത്രത, അതൊക്കെ ഇങ്ങനെ പരന്നു കിടന്ന രണഭൂഹു, രണഭൂമിയിൽ അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കിടന്ന് രാജ എന്ന് പറഞ്ഞാൽ രാജിച്ചു, അതായത് ശോഭിച്ചു എന്നർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാം. ബാണൈ ഛിദ്യമാനാനാം രക്ഷസാം ശിരോഭിർ ഊരൂഭിർ വലയവദ്ഗുഭിർ ദോർഭിർ ഹാരകേയൂരമുകുട കുണ്ടലൈ ഊഷ്ണീഷൈശ്ചാസ്തൃത രണഭൂ രരാജ. അതായത് ബാണൈഹി, ബാണങ്ങളാൽ ഛിദ്യമാനാനം ഛേദിക്കപ്പെട്ട രാക്ഷസന്മാരുടെ ശിരോഭി, ശിരസ്സുകൾ, ഊരുഭി, ഊരുക്കൾ, വലയവദ്ഗുഭി, തോൾവളകൾ അണിഞ്ഞിരിക്കുന്ന കൈകൾ, തോൾവളകൾ അണിഞ്ഞിരിക്കുന്ന കന്ധരങ്ങൾ, ദോർഭിഹി, വളകൾ അണിഞ്ഞിരിക്കുന്ന കൈകൾ, പിന്നെ ഹാര കേയൂര മുകുട കുണ്ടലൈഹി, മുത്തുമാലകൾ, കിരീടങ്ങൾ, കുണ്ടലങ്ങൾ, ഊഷ്ണീഷൈഹി തലപ്പാവുകൾ ഇവയൊക്കെ കൊണ്ട് ആസ്തൃത അവിടെ ഇങ്ങനെ വിസ്താരം ചെയ്ത് അവിടെ ഇങ്ങനെ പരന്നു കിടന്ന രണഭൂഹു, അങ്ങ് പരന്നു കിടന്നിട്ട് ആ ആ യുദ്ധഭൂമി അതങ്ങനെ വളരെയധികം വീരന്മാർക്ക് രസമുണ്ടാക്കത്തക്കവണ്ണം ശോഭിച്ചു എന്നുള്ളതാണ് രണ്ട് ശ്ലോകങ്ങളുടേതായിട്ടുള്ള
അർത്ഥമായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 20ാമത്തെ ശ്ലോകം. ഹതാവശിഷ്ട ഇതരേ രണാജിര ഹതാവശിഷ്ട ഇതരേ രണാജിരാദ്രക്ഷോഗണാ ക്ഷത്രിയവര്യസായകൈ പ്രായോ വിവിക്നോ അവയവ വിദുദ്രുവുർ മൃഗേന്ദ്രവിക്രീഡിതയൂഥപാ ഇവ ഹതാവശിഷ്ട ഇതരേ രണാജിരാദ്രക്ഷോഗണാ ക്ഷത്രിയവര്യസായകൈ പ്രായോ വിവൃഗ്നോവയവ വിദുദ്രുവുർ മൃഗേന്ദ്രവിക്രീഡിതയൂഥപാ ഇവ. ആ ക്ഷത്രിയ ശ്രേഷ്ഠനായിരിക്കുന്ന ധ്രുവൻ്റെ അസ്ത്രങ്ങളാൽ, ക്ഷത്രിയവര്യസായകൈഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷത്രിയ ശ്രേഷ്ഠനായിരിക്കുന്ന ധ്രുവൻ്റെ അസ്ത്രങ്ങളാൽ ഏറെക്കുറെ അംഗഭംഗം വന്നവരായിട്ട്, വിവിക്ണാവയവ അംഗഭംഗം വന്നവരായിട്ട് ചാവാതെ ഇരുന്ന ആ ബാക്കി രാക്ഷസഗണങ്ങൾ സൈനികർ മൃഗേന്ദ്ര വിക്രീഡിത യൂഥപ സിംഹത്തിൻ്റെ പരാക്രമത്തിന് മുമ്പിൽ വിരണ്ടോടുന്ന കൊമ്പനാനകൾ എന്ന പോലെ രണാജിരാത് ആ യുദ്ധഭൂമിയിൽ നിന്നും വിദുദ്രൂഹു പലായനം ചെയ്തു, അവിടെ നിന്ന് ഓടിപ്പോയി എന്നർത്ഥം. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. ക്ഷത്രിയവര്യസായകൈഹി ആ ക്ഷത്രിയ ശ്രേഷ്ഠനായിരിക്കുന്ന ധ്രുവൻ്റെ അസ്ത്രങ്ങളാൽ പ്രായ ഏറെക്കുറെ വിവൃക്ണാവയവാഹ അംഗഭംഗം വന്നവരായിട്ട്, അവയവങ്ങളൊക്കെ ആ അംഗഭംഗം വന്ന വിവൃക്ണാവയവാഹ ഭംഗം വന്നവരായിട്ട് ഹതാവശിഷ്ട ചാവാതെ അങ്ങനെ ഉള്ള ഇരുന്ന ബാക്കി ഇതരേ ആ ബാക്കി രക്ഷോഗണ ആ രാക്ഷസ സൈനികർ മൃഗേന്ദ്രവിക്രീഡിതയൂഥപാഹ ഇവ ആ സിംഹത്തിൻ്റെ ആ പരാക്രമത്തിന് മുമ്പിൽ വിരണ്ടോടുന്ന കൊമ്പനാനകൾ എന്ന പോലെ രണാജിരാൽ ആ യുദ്ധഭൂമിയിൽ നിന്നും വിദുദ്രുവുഹു പലായനം ചെയ്തു. എന്നുകൂടി പറയാം. ക്ഷത്രിയവര്യസായകൈഹി ക്ഷത്രിയ ശ്രേഷ്ഠനായിരിക്കുന്ന ധ്രുവൻ്റെ അസ്ത്രങ്ങളാൽ പ്രായ ഏറെക്കുറെ വിവൃഗ്നാവയവാ അംഗഭംഗം വന്നവരായി ഹതാവശിഷ്ടാ ചാവാതെയിരുന്ന ഇതരേ ബാക്കി രക്ഷോഗണാ ആ രാക്ഷസ സൈനികർ മൃഗേന്ദ്ര വിക്രീഡിതയൂഥപാഹ ഇവ സിംഹത്തിൻ്റെ പരാക്രമത്തിന് മുമ്പിൽ വിരണ്ടോടുന്ന കൊമ്പനാനകൾ എന്ന പോലെ രണാജിരാൽ ആ യുദ്ധഭൂമിയിൽ നിന്നും വിദുദ്രുവുഹു പലായനം ചെയ്തു. ഇതിലത്തെ അന്വയം വന്നിട്ട് ക്ഷത്രിയവര്യസായകൈഹി പ്രായ വിവൃഗ്നാവയവാ ഹതാവശിഷ്ടാ ഇതരേ രക്ഷോഗണാ മൃഗേന്ദ്രവിക്രീഡിതയൂഥപാ ഇവ രണാജിരാൽ വിദുദ്രുവുഹു. എന്നുകൂടി പറയാം. ക്ഷത്രിയവര്യസായകൈഹി പ്രായ വിവൃഗ്നാവയവാ ഹതാവശിഷ്ടാ ഇതരേ രക്ഷോഗണാ മൃഗേന്ദ്രവിക്രീഡിതയൂഥപാ ഇവ രണാജിരാത് വിദുദ്രുവുഹു. ക്ഷത്രിയ ശ്രേഷ്ഠനായിരിക്കുന്ന ധ്രുവൻ്റെ അസ്ത്രങ്ങളാൽ ഏറെക്കുറെ അംഗഭംഗം വന്നവരായിട്ട് ചാവാതെയിരുന്ന ബാക്കി ആ രാക്ഷസ സൈനികർ ആ സിംഹത്തിൻ്റെ പരാക്രമത്തിന് മുമ്പിൽ വിരണ്ടോടുന്ന കൊമ്പനാനകൾ എന്ന പോലെ ആ യുദ്ധഭൂമിയിൽ നിന്നും പലായനം ചെയ്തു. മരിക്കാതെ അവശേഷിച്ച മറ്റു ആ ഗുഹ്യക സൈന്യങ്ങളെല്ലാം തന്നെ ആ ധ്രുവൻ്റെ അസ്ത്രങ്ങളാൽ ഛേദിക്കപ്പെട്ട അവയവങ്ങളോടുകൂടി സിംഹത്തിൻ്റെ പരാക്രമത്താൽ ഓടിക്കപ്പെട്ട ആനകളെപ്പോലെ ഭയാർത്തരായിട്ട് ഓടി. ആ ക്ഷത്രിയന്മാരിൽ വെച്ച് ഉത്കൃഷ്ടനായിരിക്കുന്ന ആ ധ്രുവൻ്റെ ബാണങ്ങൾ കൊണ്ട് അവയവങ്ങളിൽ മുറിവേറ്റവരും കൊല്ലപ്പെടാതെ അവശേഷിച്ചവരുമായിരിക്കുന്ന യക്ഷഗണങ്ങൾ സിംഹത്തോട് നേരിട്ട് തോറ്റ ആനകളെപ്പോലെ യുദ്ധസ്ഥലത്തിൽ നിന്നും ഓടിപ്പോയി. അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട്
ഹതാവശിഷ്ടാഹ ചാവാതെ ഇരുന്നവരിൽ ബാക്കിയായവർ, യക്ഷാഹ അങ്ങനെയുള്ള യക്ഷന്മാർ, പ്രായോ ധ്രുവബാണീ ഛിന്നാവയവ ആ ധ്രുവൻ്റെ ബാണങ്ങൾ ഏറെക്കുറെ ഛിന്നാവയവ അംഗഭംഗങ്ങൾ വന്നിട്ട് ദ്രൂഹു അവർ തിരിച്ച് പേടിച്ചോടി എന്നർത്ഥം. ഹതാവശിഷ്ടാഹ യക്ഷാ പ്രായോ ധ്രുവബാണീ ഛിന്നാവയവാ ദുദ്രുവുഹു. എന്നുകൂടി പറയാം. ഹതാവശിഷ്ടാ യക്ഷാ പ്രായോ ധ്രുവബാണീ ഛിന്നാവയവാ ദുദ്രുവുഹു. അപ്പോൾ അതാണ് 20ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഭല്ലം എന്നത് ഒരു അസ്ത്രവിശേഷം, അതാണ് ഭല്ലം. ഇതിനു മുമ്പത്തെ ശ്ലോകത്തിൽ ക്ഷത്രിയ ശ്രേഷ്ഠനായിരിക്കുന്ന ധ്രുവൻ പ്രയോഗിച്ച അസ്ത്രങ്ങളാൽ മരിക്കാതെ അവശേഷിച്ച യക്ഷന്മാർ അസ്ത്രങ്ങളേറ്റ് അംഗഭംഗം സംഭവിച്ചവരായിട്ട് സിംഹത്തിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ആനകളെപ്പോലെ പലായനം ചെയ്തു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ 21ാമത്തെ ശ്ലോകം. അപശ്യമാന സ തദാ തഥായിനം മഹാമൃധേ കഞ്ചന മാനവോത്തമ പുരീം ദിദൃക്ഷന്നപി നാവിശദ്വിഷാം നമായിനാം വേദ ചികീർഷിതം ജനഃ. അപശ്യമാനഃ സ തദാ തഥായിനം മഹാമൃധേ കഞ്ചന മാനവോത്തമ പുരീം ദിദൃക്ഷന്നപി നാവിശദ്വിഷാം നമായിനാം വേദ ചികീർഷിതം ജനഃ. അപ്പോൾ മാനവോത്തമനായിരിക്കണം, മാനവോത്തമ മനുഷ്യകുലത്തിൽ ശ്രേഷ്ഠനായിരിക്കണം അദ്ദേഹം, സഹ ആ ധ്രുവൻ, തദ അപ്പോൾ ആ യുദ്ധരംഗത്ത് ആ ആയുധപാണിയായിട്ട് ആരെയും കാണാതെയായിട്ട് ആ ശത്രുനഗരത്തെ കണ്ടെത്തുവാൻ ആഗ്രഹിച്ചെങ്കിലും അതിൽ പ്രവേശിച്ചില്ല. കാരണം മായാവികളുടെ ആ ഉദ്ദേശത്തെ സാധാരണക്കാർ അറിയില്ല. അപശ്യമാനഃ കാണാതെയായിട്ടെന്ന്, അപശ്യമാനഃ കാണാതെയായിട്ട്, അവിടെ നിന്നും അദൃശ്യനായിട്ട്, സ തദാതതായിനാം ആ ധ്രുവൻ ആ ആയുധപാണിയായിട്ട് ആരെയും കാണാത്ത വിധത്തിൽ പുരീം ദിദൃക്ഷന്നപി ആ ശത്രുനഗരത്തെ കണ്ടെത്തുവാൻ ആഗ്രഹിച്ചെങ്കിലും ദിദൃക്ഷന്നപി നാവിശദ്വിഷാം അവിടേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. കാരണം മായിനാം മായാവികളുടെ ആ ഉദ്ദേശത്തെ വേദചികീർഷിതം, മായാവികളുടെ ഉദ്ദേശത്തെ സാധാരണക്കാർക്ക് അറിയില്ലല്ലോ, പെട്ടെന്നൊന്നും അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്നർത്ഥം. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റിയില്ല എന്നർത്ഥം, മായാപുരിയാണെന്നർത്ഥം. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. മാനവോത്തമ മനുകുലശ്രേഷ്ഠനായിരിക്കുന്ന സഹ അദ്ദേഹം ആ ധ്രുവൻ, തദാ അപ്പോൾ മഹാമൃധേ ആ യുദ്ധരംഗത്ത് ആദതായിനം ആയുധപാണിയായിട്ട് കഞ്ചന ആരെയും അപശ്യമാനഃ ആരെയും കാണാതെയായിട്ട്, അവിടെ ആരെയും കാണില്ല ആ സമയത്ത്, കാണാതായിട്ട് ദ്വിഷാം പുരീം ആ ശത്രുനഗരത്തെ ദിദൃക്ഷൻ കണ്ടെത്തുവാൻ ആഗ്രഹിച്ചെങ്കിലും ആ യുദ്ധരംഗത്ത് ആരെയും കണ്ടില്ല, കാണാൻ സാധിച്ചില്ല. അതുപോലെ അത് മായ കൊണ്ടാണ്. അതുപോലെ ആ ശത്രുനഗരത്തെ കണ്ടെത്തുവാൻ ആഗ്രഹിച്ചെങ്കിലും അവിശൽ അതിൽ പ്രവേശിച്ചില്ല. കാരണം മായിനാം ആ മായാവികളുടെ ചികീർഷിതം ഉദ്ദേശത്തെ ജനഹ അവരുടെ ഉദ്ദേശത്തെ സാധാരണക്കാർക്ക് അറിയില്ലല്ലോ, വേദ അറിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. എന്നുകൂടി പറയാത്ത പദങ്ങൾ. മാനവോത്തമ മനുകുലശ്രേഷ്ഠനായിരിക്കുന്ന സഹ അദ്ദേഹം, തദാ അപ്പോൾ മഹാമൃധേ യുദ്ധരംഗത്ത് ആദതായിനം ആയുധപാണിയായിട്ട് കഞ്ചന ആരെയും അപശ്യമാന കാണാതെയായിട്ട് ദ്വിഷാം പുരീം
ശത്രുനഗരത്തെ ദിദൃക്ഷൂൻ അപ്പി കണ്ടെത്തുവാൻ ആഗ്രഹിച്ചെങ്കിലും ന അവിശത് അതിൽ പ്രവേശിച്ചില്ല. കാരണം മായിനാം മായാവികളുടെ ചികീർഷിതം ഉദ്ദേശത്തെ ജനഹ സാധാരണക്കാർ ന വേദ അറിയില്ല. അതിലത്തെ അന്വയം വന്നിട്ട് മാനവോത്തമ സഹ തദാ മഹാമൃഥേ ആദതായിനഃ കഞ്ചന അപശ്യമാനഃ ദ്വിഷാം പുരീം ദിദൃക്ഷൻ അപി ന അവിശത് മായിനാം ചികീർഷിതം ജനഃ ന വേദ. എന്നുകൂടി പറയാം. മാനവോത്തമ സഹ മഹാമൃഥേ ആദതായിനം കഞ്ചന അപശ്യമാനഃ ദ്വിഷാം പുരീം ദിദൃക്ഷൻ അപി ന ആവിവശത് ന ആവിവശത് ന അവിശത് മായിനാം ചികീർഷിതം ജനഃ ന വേദ. അതായത് ആ കുലശ്രേഷ്ഠനായിരിക്കുന്ന ആ ധ്രുവൻ അപ്പോൾ ആ യുദ്ധരംഗത്ത് ആയുധപാണിയായിട്ട് ആരെയും അവിടെ കാണാതായിട്ട് ആ ശത്രുനഗരത്തെ കണ്ടെത്തുവാൻ ആഗ്രഹിച്ചെങ്കിലും അതിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. കാരണം മായാവികളുടെ അവരുടെ ഉദ്ദേശത്തെ സാധാരണക്കാർക്ക് അറിയില്ല. അതായത് ആ മഹായുദ്ധത്തിൽ പിന്നീട് തൻ്റെ നേരെ ആയുധധാരികളായി ആരും വരുന്നത് കാണുവാനില്ല. വേറെ ആരെയും ആ യുദ്ധത്തിൽ തൻ്റെ നേരെ ആയുധധാരികളായിട്ട് വരുന്നത് കാണാനില്ല. കുറേ ആൾക്കാർ അവിടെ കൊന്നു. അങ്ങനെ ആ മനുവംശശ്രേഷ്ഠനായിരിക്കുന്ന ധ്രുവന് യക്ഷപുരി കാണണമെന്ന് തോന്നിയെങ്കിലും മനുഷ്യർക്ക് മായാവികളുടെ ഗതി അറിയാൻ കഴിയില്ലെന്ന വിവേകബുദ്ധി കൊണ്ട് ധ്രുവൻ യക്ഷപുരിയിലേക്ക് പോയില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മാനവോത്തമൻ ആയിരിക്കുന്ന ധ്രുവൻ ആ യുദ്ധക്കളത്തിൽ അസ്ത്രമെടുത്തിട്ട് ആരും വരുന്നതായി കണ്ടില്ലെങ്കിലും ശരി. അപ്പോൾ ആ യുദ്ധക്കളത്തിൽ ഇവിടെ വേറെ ആരും അസ്ത്രമെടുത്തതായിട്ട് വരുന്നത് കണ്ടില്ല. കുറേ ആൾക്കാർ മരിച്ചുപോയി കണ്ടില്ലെങ്കിലും ആ പുരി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മായാവികളായിട്ടുള്ള ശത്രുക്കളുടെ സങ്കല്പം എന്തെന്ന് സാധാരണക്കാർക്ക് അറിയുവാൻ വിഷമമായതിനാൽ അങ്ങോട്ട് പ്രവേശിച്ചില്ല. അപ്പോൾ ആ യുദ്ധക്കളത്തിൽ തന്നോട് നേരിടുവാൻ ആയുധം ധരിച്ചിരിക്കുന്ന ഒരുവനെ പോലും അവിടെ കണ്ടില്ല. അങ്ങനെ ശത്രുക്കളുടെ ആ പട്ടണത്തിൻ്റെ ഉള്ളിൽ കിടന്ന് നോക്കി കാണുവാൻ ആഗ്രഹം ഉണ്ടായെങ്കിലും പ്രവേശിച്ചില്ല. ശത്രുക്കൾ എതിർ സംഘത്തെ ശേഖരിക്കുകയായിരിക്കാം എന്ന് ശങ്കിച്ചു. വിചിത്രമായിരിക്കുന്ന തൻ്റെ രഥത്തെ സാവധാനത്തിൽ നടത്തി. മായാവികളുടെ പ്രവൃത്തി ഏതുവിധം ആയിരിക്കുമെന്ന് സാധാരണ ജനം അറിയുകയില്ല. ഇതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് നമുക്ക് നോക്കാം. ധ്രുവോ യുധി ആ ധ്രുവൻ ആ യുദ്ധത്തിൽ കഞ്ചന അവിടെ ശസ്ത്രപാണിം ശസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള ആരെയും ന പശ്യൻ ആരെയും കണ്ടില്ല. പുരീം ദിദൃക്ഷമാണോപി യക്ഷപുരിയെ കണ്ടെങ്കിലും നാവിശത് അവിടെ പ്രവേശിച്ചില്ല എന്നർത്ഥം. ധ്രുവോ യുധി കഞ്ചന ശസ്ത്രപാണിം ന പശ്യൻ പുരീം ദിദൃക്ഷമാണോപി നാവിശത്. ധ്രുവൻ ആ യുദ്ധത്തിലെ കഞ്ചന അവിടെ ശസ്ത്രപാണിം ആ ശസ്ത്രപാണികളായിട്ടുള്ള ആയുധധാരികളായിട്ട് വേറെ ആരെയും ന പശ്യൻ ആരെയും അവിടെ കണ്ടില്ല. പുരീം ദിദൃക്ഷം ആണോപി ആ രക്ഷപുരിയെ കണ്ടെങ്കിലും ആണോപി നാവിശത് അതിലേക്ക് പ്രവേശിച്ചില്ല. ധ്രുവോ യുധിം കഞ്ചന ശസ്ത്രപാണിം ന പശ്യൻ പുരീം ദിദൃക്ഷമാണോപി നാവിശത് എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് 22ാമത്തെ ശ്ലോകം. 22ാമത്തെ ശ്ലോകം. അപ്പോൾ ഇതിൽ ആ ധ്രുവൻ യക്ഷപുരിയിലേക്ക് പോയില്ല.
മനുവംശശ്രേഷ്ഠനായിരിക്കുന്ന ധ്രുവന് യക്ഷപുരി കാണണം എന്നൊക്കെ തോന്നിയെങ്കിലും ആ മനുഷ്യർക്ക് മായാവികളുടെ ഗതി അറിയാൻ കഴിയില്ലെന്ന ആ വിവേകം കൊണ്ട് ധ്രുവൻ ആ യക്ഷപുരിയിലേക്ക് പോയില്ല എന്ന് പറഞ്ഞു. ഇനി അടുത്ത 22ാമത്തെ ശ്ലോകം. ഇതിബ്രൂവം ചിത്രരഥ സ്വസാരഥിം യത്തഃ പരേഷാം പ്രതിയോഗശങ്കിത ശുശ്രാവ ശബ്ദം ജലധേരിവേരിതം നഭസ്വതോ ദിക്ഷു രജോന്വദൃശ്യത. ഇതിബ്രുവം ചിത്രരഥസ്വസാരഥിം യത്തഃ പരേഷാം പ്രതിയോഗശങ്കിത ശുശ്രാവ ശബ്ദം ജലധേരിവേരിതം നഭസ്വതോ ദിക്ഷു രജോന്വദൃശ്യത. അപ്പോൾ അത്ഭുതകരം ആയിട്ടുള്ള ആ രഥം ഉള്ളവനായിരിക്കുന്ന ധ്രുവൻ, ചിത്രരഥ ധ്രുവൻ സ്വസാരഥിം സ്വന്തം സാരഥിയോട് ഇപ്രകാരം പറഞ്ഞു. ബ്രുവൻ ഇപ്രകാരം പറഞ്ഞു. എന്താ? ശത്രുക്കളുടെ ആ പ്രത്യാക്രമണം ശങ്കിച്ചുകൊണ്ട് ജാഗരൂകനായിട്ട് നിന്ന് ആ കടലിൻ്റെ ഇരമ്പൽ പോലുള്ള ആ ശബ്ദം കേട്ടു. ശത്രുക്കളുടെ ശബ്ദം മറ്റേ ഭാഗത്തു നിന്നും കേട്ടു. എല്ലാ ഭാഗത്തും കാറ്റുകൊണ്ട് പൊടിപടലം കാണപ്പെടുകയും ചെയ്തു. ഇതിബ്രുവം ചിത്രരഥസ്വസാരഥിം, അങ്ങനെ ഇത്രയും ആ രഥത്തിൽ ഇരുന്നു കൊണ്ട് സ്വന്തം സാരഥിയോട് പറയുകയാണ്. യത്തഃ പരേഷാം പ്രതിയോഗശങ്കിത, ശത്രുക്കളുടെ ആ പ്രത്യാക്രമണം ശങ്കിച്ചുകൊണ്ടാണ് പറയുന്നത്. ശുശ്രാവ ശബ്ദം, ആ ശബ്ദം കേൾക്കണം. അതെ, ജാഗരൂകനായി നിന്ന് കടലിൻ്റെ ഇരമ്പ പോലുള്ള ശബ്ദം. ശുശ്രാവ ശബ്ദം ജലധേരിവേരിതം അപസ്വതോ, പൊടിപടലം കാറ്റുകൊണ്ട് പൊടിപടലം കാറ്റുകൊണ്ട് രജഹ ദിക്ഷു രജോന്വദൃശ്യത, പൊടിപടലം ഇങ്ങനെ പറക്കണമായിട്ട് കാണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ പദങ്ങൾ നോക്കാം. ചിത്രരഥ അത്ഭുതകരമായിരിക്കുന്ന രഥമുള്ളവനായിരിക്കുന്ന ധ്രുവൻ, സ്വസാരഥിം തൻ്റെ സാരഥിയോട് ഇപ്രകാരം ബ്രുവൻ പറഞ്ഞു. പരേഷാം ശത്രുക്കളുടെ പ്രതിയോഗശങ്കിത, പ്രത്യാക്രമണം ശങ്കിച്ചു പറഞ്ഞ് ബ്രുവൻ പറഞ്ഞ് ആ ശത്രുക്കളുടെ പ്രത്യാക്രമണം ശങ്കിച്ചുകൊണ്ട് യത്തഃ ജാഗരൂകനായിട്ട് നിന്നിട്ട് ജലധേയെ അപ്പോൾ കടലിൻ്റെ ആ ഈരിതം ഇവ, കടലിൻ്റെ ശബ്ദം ഇവ, ഇരമ്പം പോലുള്ള ശബ്ദം, ശുശ്രാവ കേട്ടു, ദിക്ഷു എല്ലാ ഭാഗത്തും, നഭസ്വതഃ കാറ്റുകൊണ്ട്, രജഹ പൊടിപടലം, അദൃശ്യതാച്ച കാണപ്പെടുകയും ചെയ്തു. ഇതുകൂടി പറയാം. ചിത്രരഥ അത്ഭുതകരമായിട്ടുള്ള രഥമുള്ളവനായിരിക്കുന്ന ധ്രുവൻ, സ്വസാരഥിം തൻ്റെ സാരഥിയോട് ഇപ്രകാരം ബ്രുവൻ പറഞ്ഞ്, പരേഷാം ശത്രുക്കളുടെ പ്രതിയോഗശങ്കിത പ്രത്യാക്രമണം ശങ്കിച്ചുകൊണ്ട്, യത്തഃ ജാഗരൂകനായി നിന്നു. അങ്ങനെ ജലധേയെ അപ്പോൾ ആ കടലിൻ്റെ ഈരിതം ഇവ ഇരമ്പം പോലുള്ള ശബ്ദം ശുശ്രാവ കേട്ടു, ദിക്ഷു എല്ലാ ഭാഗത്തും, നഭസ്വതഃ കാറ്റുകൊണ്ട്, രജഹ പൊടിപടലം, അദൃശ്യതാച്ച കാണപ്പെടുകയും ചെയ്തു. അതിലത്തെ അന്വയം വന്നിട്ട് ചിത്രരഥ സ്വസാരഥിം ഇതി ബ്രുവൻ പരേഷാം പ്രതിയോഗശങ്കിത യത്തഃ ജലധേയെ ഈരിതം ഇവ ശബ്ദം ശുശ്രാവ ദിക്ഷു നഭസ്വതഃ രജഃ അദൃശ്യതാച്ച. ഒന്നുകൂടി പറയാം. ചിത്രരഥ സ്വസാരഥിം ഇതി ബ്രുവൻ പരേഷാം പ്രതിയോഗശങ്കിതഃ യത്തഃ ജലധേയെ ഈരിതം ഇവ ശബ്ദം ശുശ്രാവ ദിക്ഷു നഭസ്വതഃ രജഃ അദൃശ്യതാച്ച. അതായത് അത്ഭുതകരമായിരിക്കുന്ന രഥമുള്ളവനായിരിക്കുന്ന ആ ധ്രുവൻ തൻ്റെ സാരഥിയോട് ഇപ്രകാരം പറഞ്ഞ് ശത്രുക്കളുടെ ആ പ്രത്യാക്രമണം ശങ്കിച്ചുകൊണ്ട് ജാഗരൂകനായിട്ട് നിന്നിട്ട് അപ്പോൾ ആ കടലിൻ്റെ ഇരമ്പം പോലുള്ള ആ ശബ്ദം കേട്ടിട്ട് എല്ലാ ഭാഗത്തും കാറ്റുകൊണ്ട് പൊടിപടലം കാണപ്പെടുകയും ചെയ്തു. ഇപ്പം എന്താ ഉണ്ടായത്?
മായാവികളാണ് എന്നുള്ളത് ധ്രുവൻ തൻ്റെ സാരഥിയോട് അവർ മായാവികളാണ് എന്ന് സൂക്ഷിക്കണം എന്നിപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കെ സമുദ്രത്തിൻ്റെ ഇരമ്പൽ പോലുള്ള ശബ്ദം കേട്ടു. തുടർന്ന് ആകാശവും ദിക്കുമെല്ലാം പൊടിപടലം കൊണ്ട് നിറഞ്ഞതായി കാണുകയും ചെയ്തു. അപ്പോൾ സാരഥിയോടെ പറഞ്ഞ് ധ്രുവൻ ശത്രുക്കളുടെ ആ പുനരാക്രമണം ശങ്കിച്ച് തയ്യാറായി നിന്നു. അപ്പോൾ സമുദ്രത്തിൻ്റേതുപോലെ ഒരു ഗംഭീര ശബ്ദം കേട്ടു. കാറ്റുകൊണ്ട് ദിക്കിലെല്ലാം പൊടിപടലം നിറഞ്ഞു. അപ്പോൾ എന്താണ്ടായത്? വിചിത്രമായിരിക്കുന്ന തൻ്റെ രഥത്തെ സാവധാനത്തിൽ നടത്തി ആ മായാവികളുടെ പ്രവൃത്തി ഏതു വിധമായിരിക്കുമെന്ന് സാധാരണ ജനം അറിയുകയില്ല. അതിനാൽ മനസ്സിരുത്തി കൊള്ളുക എന്ന് തൻ്റെ സാരഥിയോട് പറഞ്ഞു. അപ്പോൾ ആ സമുദ്രഘോഷം എന്ന പോലെ ഉച്ചമായ ശബ്ദം കേട്ടു. 4 ദിക്കുകളിലും കാറ്റത്ത് പൊങ്ങുന്ന ധൂളികളെ കാണുകയും ചെയ്തു എന്നർത്ഥം. പൊടി പടലം പറക്കണതായിട്ട് കണ്ടു എന്നർത്ഥം. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറയുന്നത് നോക്കാം. ധ്രുവ സ്വസാരഥിം ജനോ, ധ്രുവൻ ആ സ്വന്തം സാരഥിയോട് ഇങ്ങനെ പറയുമ്പോൾ ജനങ്ങൾ മായിനാം ചികീർഷിതം എന്ന വേദി മായാവികളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതിനെപ്പറ്റി പറഞ്ഞപ്പോൾ വേദേതി ബ്രുവൻ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ശത്രുണാം പുനരുദ്യോഗ, ശത്രുക്കളെ ഇനി രണ്ടാമത് ആക്രമിക്കുകയോ എന്ന് ശങ്കിതോ ജാതക, ശങ്കിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ധ്രുവ സ്വസാരഥിം ജനോ, ധ്രുവൻ ആ സ്വന്തം സാരഥിയോട് ജനോമായിനാം, അവിടെയുള്ള ആ ശത്രുക്കൾ മായാവികളാണ്. മായിനാം ചികീർഷിതം, അവർ മായയെ പ്രവർത്തിക്കും എന്നതിനെപ്പറ്റി എന്ന വേദേതി, ഒരു വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ബ്രുവൻ പറഞ്ഞപ്പോൾ ശത്രുണാം പുനരുദ്യോഗാൽ, അതുപോലെ ശത്രുക്കളെ വീണ്ടും ആക്രമിക്കുകയോ എന്ന് ശങ്കിതോ ജാതക, ശങ്കിച്ചു. അങ്ങനെ തദൈവ തേ ദൃശ്യ, അപ്പോൾ അവിടെ എന്തുണ്ടായി? കാണപ്പെട്ടു. ഭൂത്വ ആസുരിർ മായാ സസൃജുഹു തദേവാഹ. അപ്പോൾ അവിടെ അവരുടെ മായയെ കാണപ്പെട്ടു. എന്താ? ഭൂത്വ ആസുരീർ മായ സസൃജുഹു, എന്താ അവിടെ വലിയ ശബ്ദം കേൾക്കപ്പെട്ടു. തദേവാഹ ആദൗ രജോദ്, ആദ്യം അവിടെ വലിയ പുകപടലം, എന്താ പൊടിപടലം, ദദൃശേ പൊടിപടലത്തെ കണ്ടു എന്നർത്ഥം. അപ്പോൾ ധ്രുവ സ്വസാരഥിം ജനോ മായിനാം ചികീർഷിതം ന വേദേതി ബ്രുവൻ ശത്രുണാം പുനരുദ്യോഗാ ശങ്കിതോ ജാതക. അങ്ങനെ ശങ്കിച്ച് നിന്ന് ആ സാരഥിമാരുടെ ഇവരുടെ ആ മായ വിശേഷത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അവിടെ തദൈവ തേ ദൃശ്യാ ഭൂത്വ, അവിടെ ഉണ്ടായിരിക്കുന്ന ആസുരിർമായ ആസുരീമായെ സസൃജുഹു, സൃഷ്ടിക്കപ്പെട്ട മായയെ അവിടെ കണ്ടു. തദേവ, എന്താണ് ഉണ്ടായത്? ആദ്യം ആ രജോ ദദൃശേ, അവിടെ ആ പൊടി പടലത്തെ കണ്ടു. അപ്പോൾ ഇനി യക്ഷന്മാരുടെ ആ മായാപ്രയോഗങ്ങളാണ് വർണ്ണിക്കാൻ പോകുന്നത്. യക്ഷന്മാരും രാക്ഷസന്മാരും മറ്റും ഗത്യന്തരമില്ലാതെ വന്നാൽ മായാപ്രയോഗം കൊണ്ട് ശത്രുവിനെ നേരിടുന്ന യുദ്ധമുറകൾ പുരാണ പ്രസിദ്ധമാണ്. ഇന്ദ്രജിത്തിൻ്റെ ആ മായാ പ്രയോഗം, ഇന്ദ്രജിത്ത് തതോ ദൃഷ്ട്വാ ഭ്രാതരൗ രാമലക്ഷ്മണൗ രണായാഭ്യുദ്യതൗ വീരൗ മായാം പ്രാദുഷ്കരോത്തദ. ഘടോത്കചൻ കർണനു നേരെ മായ പ്രയോഗിച്ചതായിട്ട് ഭാരതത്തിലുണ്ട്. ഓരോന്നിലും ഈ അസുരന്മാർ ഇവർക്ക് നേരെ മായയെ പ്രയോഗിക്കുന്നുണ്ട്. കർണേന സന്ധിതം
ദൃഷ്ട്വാ ദിവ്യമസ്ത്രം ഘടോത്കചഃ പ്രാതുശ്ചക്രേ മഹാമായാം രാക്ഷസിം പാണ്ഡുനന്ദന. ആ യുദ്ധത്തിലെ മായാപ്രയോഗം അനുവദനീയമാണ്. വിഷ്ണു ധർമ്മോത്തരം എന്നുള്ള പുസ്തകപ്രകാരം, ശാസ്ത്രപ്രകാരം. ചതുരംഗം ബലം രാജ മായാജാലേന ദർശയേത് സഹായാർത്ഥമനുപ്രാപ്താൻ ദർശയേത് ത്രിദിവൗകസഃ. രക്തവൃഷ്ടിശ്ച സന്ദർശ്യ പരേഷാം ശിബിരം പ്രതി ഛിന്നാനി രിപുശീർഷാണി പ്രാസാദാഗ്രേഷു ദർശയേത്. അപ്പോൾ മായാപ്രയോഗം, ആ മായാപ്രയോഗത്തെ പറ്റിയിട്ടാണ് അടുത്ത ആ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ക്ഷണേനാച്ഛാദിതം വ്യോമ ഘനാനീകേന സർവതഃ വിസ്ഫുരത്തടിതാദിക്ഷു ത്രാസയൽ സ്തനയിത്നുന. ഒന്നുകൂടി പറയാം. ക്ഷണേനാച്ഛാദിതം വ്യോമ ഘനാനീകേന സർവതഃ വിസ്ഫുരത്തടിതാദിക്ഷു ത്രാസയൽ സ്തനയിത്നുന. പ്രകാശത്താൽ മിന്നൽ പിണരുകളോടും അതുപോലെ ഭയം ജനിപ്പിക്കുന്ന ഇടിമുഴക്കത്തോടും കൂടിയിരിക്കുന്ന മഴക്കാർ നിരകളാൽ ആകാശം അങ്ങനെ സർവ്വദിക്കിലും ഉടനെ മൂടപ്പെട്ടു. ക്ഷണേന ആച്ഛാദിതം, ക്ഷണത്തിൽ മൂടപ്പെട്ടു, മൂടപ്പെട്ടു വ്യോമ ആകാശം. ഘനാനീകേന സർവത, മേഘങ്ങളാൽ അവിടെ മുഴുവൻ മറഞ്ഞു. വിസ്ഫുരത്തടിതാദിക്ഷു, ഞെട്ടിപ്പിക്കുന്ന മിന്നൽ പിണരുകൾ അവിടെ കാണപ്പെടുന്നു. പ്രകാശത്താൽ ഞെട്ടിപ്പിക്കുന്ന മിന്നൽ പിണരുകൾ ദിക്ഷു കാണപ്പെടുന്നു. ത്രാസയത് സ്നനയിത്നുന, അതായത് ഭയം ജനിപ്പിക്കുന്ന ഇടിമുഴക്കത്തോടു കൂടിയിരിക്കുന്ന ഘനാനീകം, അതായത് മഴക്കാർ എന്നർത്ഥം. മഴക്കാർ നിരകളെ കൊണ്ട് ആകാശം അങ്ങനെ മൂടപ്പെട്ടത്, ക്ഷണത്തിൽ ആച്ഛാദിതം മൂടപ്പെട്ടതായിട്ട് കണ്ടു എന്നർത്ഥം. അപ്പോൾ അതിലത്തെ പദങ്ങളെ വിസ്ഫുരത്തടിത, പ്രകാശത്താൽ ഞെട്ടിപ്പിക്കുന്ന മിന്നൽ പിണരുകളോട് കൂടും. ത്രാസയത് സ്തനയിത്നുന, ഭയം ജനിപ്പിക്കുന്ന ഇടിമുഴക്കത്തോടും കൂടിയ ഘനാനീകേന, മഴക്കാർ നിരയിൽ വ്യോമ, ആകാശം സർവതഃ ദിക്ഷു, സർവദിക്കിലും ക്ഷണേന, ഉടനെ ആച്ഛാദിതം മൂടപ്പെട്ടു. ഒന്നുകൂടി പറയാം. വിസ്ഫുരത്തടിത, പ്രകാശത്താൽ ഞെട്ടിപ്പിക്കുന്ന മിന്നൽ പിണരുകളോടും ത്രാസയത് സ്നനയിത്നുന, ഭയം ജനിപ്പിക്കുന്ന ഇടിമുഴക്കത്തോടു കൂടിയ ഘനാനീകേന, മഴക്കാർ നിരയിൽ വ്യോമ, ആകാശം സർവതഃ ദിക്ഷു, സർവദിക്കിലും ക്ഷണേന, ഉടനെ ആച്ഛാദിതം മൂടപ്പെട്ടു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് വിസ്ഫുരത്തടിത ത്രാസയത് സ്തനയിത്നുന ഘനാനീകേന വ്യോമ സർവത ദിക്ഷു ക്ഷണേന. എന്നുകൂടി പറയാം. വിസ്ഫുരത്തടിത ത്രാസയത് സ്നനയിത്നുന ഘനാനീകേന വ്യോമ സർവതഃ ദിക്ഷു ക്ഷണേന, പ്രകാശത്താൽ ഞെട്ടിപ്പിക്കുന്ന മിന്നൽ പിണരുകളോടും ഭയം ജനിപ്പിക്കുന്ന ഇടിമുഴക്കത്തോടും കൂടിയിരിക്കുന്ന മഴക്കാർ നിരയിൽ ആകാശം സർവദിക്കിലും ഉടനെ മൂടപ്പെട്ടതായിട്ട് കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ തുടർന്ന് ആകാശവും ദിക്കുകളും എല്ലാം പൊടിപടലം കൊണ്ട് നിറഞ്ഞതായിട്ട് കാണുകയും ചെയ്തു. ആ യക്ഷന്മാരും രാക്ഷസന്മാരും മറ്റും ഗത്യന്തരമില്ലാതെ വന്നാൽ മായാപ്രയോഗം ചെയ്യണം, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ മായാപ്രയോഗമാണ് ഇവിടെ വിവരിക്കുന്നത്. വെട്ടിത്തിളങ്ങുന്ന മിന്നൽ പിടരുകളോടും ഭയങ്കര ശബ്ദമുള്ള ഇടിവെട്ടുകളോടും കൂടിയ ആ മേഘങ്ങളാൽ ദിക്കുകൾ മറയ്ക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എരിയുന്ന ഇടിമിന്നലോട് കൂടിയതും ഭയപ്പെടുത്തുന്ന വജ്രപാതത്തോടു കൂടിയതുമായിരിക്കുന്ന മേഘസമൂഹത്താൽ സർവ്വദിക്കുകളിലും ആ ആകാശം പെട്ടെന്ന് മറയ്ക്കപ്പെട്ടു. ആകാശത്തിൽ മുഴുവൻ
ആ മേഘങ്ങൾ നിറഞ്ഞു എന്നർത്ഥം. ക്ഷണേനാച്ഛാദിതം വ്യോമഘനാനീകേന സർവത ഉള്ളതിന് അതിപ്രകാശമുള്ള മിന്നൽ പിണരുകളും ഭയപ്പെടുത്തുന്ന ഇടിശബ്ദമുള്ള മേഘനിരകളാൽ ക്ഷണത്തിൽ ആ ദിക്കുകൾ എങ്ങും ആകാശം മറയ്ക്കപ്പെട്ടു. നേരത്തെ മേഘസമുദായേന മേഘസമൂഹങ്ങൾ വ്യോമസർവത ആകാശത്തിൽ മുഴുവൻ ആച്ഛാദിതം മുഴുവൻ ആകാശത്തെ മറയ്ക്കപ്പെട്ടു മേഘങ്ങളാൽ. മേഘസമുദായേന വ്യോമ സർവത ആച്ഛാദിതം മേഘസമൂഹങ്ങളെ കൊണ്ട് ആകാശം സർവത എല്ലായിടത്തും ആച്ഛാദിതം മറയ്ക്കപ്പെട്ടു എന്നർത്ഥം. മേഘസമുദായേന വ്യോമ സർവത ആച്ഛാദിതം. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.